അമ്മയ്ക്ക് വേണ്ടി, അമ്മയുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു മകൻ. ഒരുപക്ഷെ മോഹൻലാലിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് അതുകൂടെ പറയേണ്ടി വരും. ഇന്നിപ്പോൾ തിരുവനന്തപുരത്തേക്ക് കൊച്ചിയിൽ നിന്ന് റോഡ് മാർഗേനെ അമ്മയുടെ മൃതദേഹം തിരുവനന്തപുരത്ത് എത്തിച്ചതും അത്തരത്തിലൊരു ആഗ്രഹത്തിൻ്റെ പുറത്താണ്. സാധാരണഗതിയിൽ എല്ലാ സാധാരണപ്പെട്ട ആളുകളും ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്, തൻ്റെ ബന്ധുക്കൾക്കൊപ്പം അല്ലെങ്കിൽ തൻ്റെ പ്രിയപ്പെട്ടവർക്കൊപ്പമായിരിക്കണം തന്നെയും ശവസംസ്കാരം നടത്തേണ്ടുന്നത്. അത് പലപ്പോഴും പലരും ജീവിച്ചിരിക്കുമ്പോൾ പറയുന്ന കാര്യമാണ്. അതേപോലെ തന്നെ മോഹൻലാലിൻ്റെ അമ്മയും തൻ്റെ ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു എന്നുള്ളതാണ്. തൻ്റെ ഭർത്താവിനൊപ്പം, തൻ്റെ മകനൊപ്പം തന്നെ ആയിരിക്കണം താനും അന്തി ഉറങ്ങുന്നത്, തന്നെ അവിടെ തന്നെ ശവസംസ്കാരം നടത്തണം എന്നുള്ളൊരു ആഗ്രഹം പറഞ്ഞിരുന്നു. ഇന്നൊരു പക്ഷേ വളരെ വേദനാജനകമായിട്ടുള്ളൊരു സാഹചര്യമാണെങ്കിൽ പോലും മോഹൻലാൽ വേദനയോടെയാണെങ്കിലും അമ്മയുടെ ആ ഒരു ആഗ്രഹം സാധിക്കാൻ വേണ്ടിയാണ് തിരുവനന്തപുരത്തേക്ക് എത്തിയിരിക്കുന്നതെന്ന് പറയേണ്ടി വരുന്നു. എന്തായാലും കഴിഞ്ഞ ദിവസം വളരെ നിർഭാഗ്യകരമായിട്ടുള്ള ഒരു വിഷയം, അതായത് ഒരു മഹാനടൻ്റെ അമ്മ എന്നതിനേക്കാൾ ഉപരി മലയാളികളുടെ പ്രിയപ്പെട്ട അമ്മ ലോകത്തോട് വിട പറയുന്നു. സ്ട്രോക്ക് വന്ന ചികിത്സയിലായിരുന്ന അമ്മ ശാന്തകുമാരിയുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ് മോഹൻലാൽ എറണാകുളത്തേക്ക് ഒരു വീടെടുക്കുന്നത്. അങ്ങനെ ആ വീട്ടിലേക്ക് താമസം മാറിയിട്ട് ഏകദേശം 12 വർഷത്തിലധികമായി. ഈ 12ഓളം വർഷം ആ വീടിൻ്റെ സമീപത്തുള്ള ആശുപത്രിയിലായിരുന്നു അവർ ചികിത്സ തുടർന്നുകൊണ്ടിരുന്നത്. പൂർണ്ണമായിട്ടും ഇപ്പോഴും അമ്മയെ മോണിറ്റർ ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കി തന്നെയായിരുന്നു മോഹൻലാൽ മുന്നോട്ട് പോയിരുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം ആരോഗ്യസ്ഥിതി മോശമായതിനാൽ അവർ ഈ ലോകത്തോട് വിട പറയുകയായിരുന്നു എന്നുള്ളതാണ്. എന്തായാലും അമ്മയുടെ ആഗ്രഹം പോലെ തൻ്റെ ഭർത്താവിനൊപ്പം, തൻ്റെ മകനോടൊപ്പം അന്തി ഉറങ്ങാൻ പോകുന്ന ശാന്തകുമാരിയുടെ അവസാന മണിക്കൂറുകളിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ ഈ വീടിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ പോലും നിരവധി ഓർമ്മകളാണ്. ആ കുടുംബം ഒന്നടങ്കം സന്തോഷത്തോടെ നിന്ന, ഒന്നടങ്കം വളരെ കുടുംബപരമായിട്ടുള്ള ഓർമ്മകൾ നിൽക്കുന്ന ഒരു വീട് തന്നെയാണ് ഇത്, തിരുവനന്തപുരത്തെ വീട്. പിതാവിൻ്റെ ജോലി ആവശ്യപ്രകാരമാണ് ഇങ്ങോട്ടേക്ക് ഇവർ താമസം മാറുന്നത്. ഏകദേശം മോഹൻലാലിൻ്റെ ഒരു 3 വയസ്സ് മുതൽ ഈ ഒരു വീട്ടിൽ അവർ ജീവിച്ചു തുടങ്ങുകയായിരുന്നു എന്നുള്ളതാണ്. അച്ഛൻ്റെ ജോലിയുടെ ആവശ്യവുമായി ബന്ധപ്പെട്ട ഈ വീട്ടിലേക്ക് മാറിയതിനു ശേഷം പിന്നീട് അദ്ദേഹത്തിൻ്റെ സിനിമാ കരിയർ അടക്കം തുടങ്ങുന്നത് ഈ ഒരു വീട്ടിലാണ് എന്നതാണ് ഏറെ ശ്രദ്ധേയമാണ്. അങ്ങനെ ഓർമ്മകൾ ഒരുപാടുള്ള, അച്ഛനോടും സഹോദരനോടും അമ്മയോടും ഒപ്പമുള്ള ഒരുപാട് നല്ല നിമിഷങ്ങൾ പങ്കുവച്ചിട്ടുള്ള ഒരു വീട്ടിൽ, ആ ഒരു വീട്ടിൽ അമ്മയോടൊപ്പമുള്ള അവസാന മണിക്കൂറുകൾ അതുതന്നെയാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം മരണപ്പെട്ടതിന് ശേഷം ഇന്നിപ്പോൾ രാവിലെയോടെ ശാന്തകുമാരിയുടെ മൃതദേഹം ഈ വീട്ടിലേക്ക് എത്തിച്ചു. ഇപ്പോൾ പ്രേക്ഷകരായിട്ടുള്ള ഒരുപാട് മലയാളികൾ, അതോടൊപ്പം തന്നെ മോഹൻലാലിൻ്റെ സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, അങ്ങനെ വേണ്ടപ്പെട്ടവരെല്ലാവരും തന്നെ ആ അമ്മയെ ഒരു നോക്ക് കാണാൻ വേണ്ടി ഇവിടേക്ക് എത്തിച്ചേരുകയാണ്. നിരവധി പ്രമുഖരായിട്ടുള്ള നടന്മാരുൾപ്പെടെ സജീവമായിട്ട് രംഗത്തുണ്ട്. മോഹൻലാലിനെ കുറിച്ച് പറയുമ്പോൾ ഒരു പക്ഷേ ആൻ്റണി പെരുമ്പാവൂരിനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ലാലിൻ്റെ വലം കൈയാണ് അദ്ദേഹം. രാവിലെ മുതൽ തന്നെ ആൻ്റണി പെരുമ്പാവൂർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെയുണ്ട്. മറ്റ് പ്രമുഖരായിട്ടുള്ള നിരവധി ആളുകൾ തന്നെയാണ് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. മുൻ മേയറായിരുന്ന ആര്യ രാജേന്ദ്രൻ അടക്കമുള്ള രാഷ്ട്രീയ നേതാക്കന്മാരും സജീവമായിട്ട് തന്നെ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. അവരൊക്കെ തന്നെ വന്ന് അന്ത്യോപചാരം അർപ്പിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഏകദേശം വൈകുന്നേരം 4 മണിയോടെ ആയിരിക്കും ശവസംസ്കാര ചടങ്ങുകൾ പൂർത്തിയാകുക എന്നുള്ളതാണ് നിലവിൽ പുറത്തു വരുന്ന സൂചന. എന്തായാലും അച്ഛൻ്റെ സഹോദരൻ്റെയൊക്കെ കൂടെ ആ അമ്മയെയും യാത്ര അയക്കാനുള്ള അവസാനത്തെ മണിക്കൂറുകൾ തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഇവിടെയാണ്, നമ്മൾ ഈ കാണുന്ന സ്ഥലത്താണ് അവസാനമായിട്ട് ആ ഒരു അമ്മയെ ലാൽ യാത്ര അയക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ലാലേട്ടൻ്റെ അച്ഛനെയും സഹോദരനായിട്ടുള്ള പ്യാരിലാലിനെയും ഒക്കെ ഈ ഒരു 2 സ്ഥലങ്ങളിലായിട്ടാണ് അടക്കിയിരിക്കുന്നത്. ഇതേ സ്ഥലത്തേക്ക് തന്നെയും ശവസംസ്കാരത്തിന് വേണ്ടി കൊണ്ടുവരണം എന്ന്, അതായത് തൻ്റെ ഭർത്താവിനോടും തൻ്റെ മകനോടുമൊപ്പം തനിക്ക് അന്തി ഉറങ്ങണം എന്നുള്ളൊരാഗ്രഹം ആ അമ്മ പ്രകടിപ്പിക്കുന്നു. ആ ഒരു ആഗ്രഹത്തിന് വേണ്ടി മകൻ ഒപ്പം നിൽക്കുന്നു എന്നുള്ളതാണ്. അവസാന നിമിഷം വരെ അമ്മയ്ക്കൊപ്പം
നിന്നിട്ടുള്ള ലാല ഇപ്പോൾ അമ്മയുടെ അവസാനത്തെ ആഗ്രഹവും അതേപോലെ തന്നെ സാധിച്ചു കൊടുക്കാൻ വേണ്ടി നിൽക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം ലാലേട്ടനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന് അമ്മയുമായിട്ടുള്ളൊരു കണക്ഷൻ എന്നത് എത്രമാത്രം ആഴത്തിലുള്ളതാണ് എന്നുള്ളത്. ഒരിക്കൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ ഈ അമ്മയുടെ മകനായി ജനിച്ചതിൽ അത്രമാത്രം എനിക്ക് അഭിമാനമുണ്ട്, അഭിമാനത്തെക്കാൾ ഉപരി ഞാനൊരു ഭാഗ്യം ചെയ്ത മകനാണ് എന്നുള്ളൊരു വാക്ക്. ആ ഒരു വാക്കിൽ തന്നെയുണ്ട് അദ്ദേഹത്തിന് അമ്മയോടുള്ള സ്നേഹം. പലപ്പോഴും വാക്കുകളിലൂടെയും ചില കുറിപ്പുകളിലൂടെയും ഒക്കെ ആ ഒരു അമ്മയോടുള്ള ആത്മബന്ധം എത്രമാത്രമുണ്ട് എന്നത് മോഹൻലാൽ വ്യക്തമാക്കിയതാണ്. മകനെക്കുറിച്ച് പറയുമ്പോൾ ആ അമ്മയ്ക്കും തോരാത്ത വാക്കുകളാണ് എന്നുള്ളതാണ്. പലപ്പോഴും കുസൃതി കുട്ടിയായിരുന്നു അവൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ അമ്മയും മാധ്യമങ്ങളുടെ മുന്നിലൊക്കെ വന്നത് ഇപ്പോൾ പലരും ഓർത്തെടുക്കുകയാണ്. എന്തായാലും അമ്മയുടെ അവസാന നാളുകളിൽ അമ്മയോടൊപ്പം തന്നെയായിരുന്നു ലാലുണ്ടായിരുന്നത് എന്നുള്ളതാണ് ഏക ആശ്വാസം. ചികിത്സാ സംബന്ധമായിട്ട് എറണാകുളത്തേക്ക് മാറിയെങ്കിലും ഷൂട്ടിംഗ് തിരക്കുകൾക്കിടയിലും അമ്മയോടൊപ്പം ചിലവിടാൻ സമയം കണ്ടെത്തിയിരുന്നു അദ്ദേഹം എന്നുള്ളതാണ്. കഴിഞ്ഞ അദ്ദേഹത്തിൻ്റെ സിനിമാ കരിയറിൽ ഏറ്റവും പ്രധാനപ്പെട്ട, ഒരുപക്ഷെ ജീവിതത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവാർഡ്, ദാദാസാഹേബ് ഫാൽക്കെ അവാർഡ് ലഭിക്കുകയുണ്ടായി. ഒരുപക്ഷെ ആ ഒരു അവാർഡ് വാങ്ങുമ്പോൾ ആ ഒരു സന്തോഷം പങ്കിടാൻ തൻ്റെ അമ്മ ഒപ്പമുണ്ടായിരുന്നു എന്നുള്ളതാണ് തൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം രംഗത്തേക്ക് വന്നിരുന്നു. എന്തായാലും ആ ഒരു ആശ്വാസം മാത്രമാണ് ഇപ്പോൾ ലാലിനെ സംബന്ധിച്ചുള്ളത്. ഇപ്പോൾ ഇവിടെ പൊതുദർശനത്തിന് ശാന്തകുമാരിയുടെ മൃതദേഹം വച്ചിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകൾ വരുന്നുണ്ട്. അവസാനമായിട്ട് ഒരു അന്ത്യോപചാരം പോലെ അവരോടൊപ്പം കുറച്ച് മണിക്കൂറുകൾ അത് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇന്ന് വൈകുന്നേരം 4 മണിയോടെ ശവസംസ്കാര ചടങ്ങുകൾ തുടങ്ങും എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസമാണ് കൊച്ചിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് മൃതദേഹം എത്തിച്ചത്. ആ ഒരു അവസാന നിമിഷത്തിൽ അമ്മയെ കാണാൻ വേണ്ടി ലാലിന് ആശ്വാസം നൽകാൻ വേണ്ടി എത്തുന്ന സഹപ്രവർത്തകരും കൂട്ടുകാരും അങ്ങനെ ഒരുപാട് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഞാനത് പാലിപ്പതിനാശു പോകുന്ന മനസ്സേ ഖേദമിളച്ചു പാണിയിടുക. മാതാവ് കൗസല്യതന്റെയും ശുശ്രൂഷ ചെയ്ത് സുഖേന വസിക്ക നീവല്ലമേ. ഭദ്രവാക്യം കേട്ട് ജാനകിയും രാമഭദ്രനോടിത്തമാകത്ത ചൊല്ലിയിടിനാൾ. രാത്രിയിൽ കൂടം പിടിച്ചാൽ ക്രോധാപുറാതോളം ഭർത്താവിനെ കണ്ടവളുടെ സുസ്മിതവും ചെയ്തു. കാഞ്ചനപാത്രസ്ഥമായ മോയം കൊണ്ട് മന്ദാക്ഷരം കൊണ്ട് മന്ദസ്മിതം ചെയ്തു.
അവിടെ അന്ന് ഉണ്ടായിരുന്നു. ഞാൻ കണ്ടു റിലീസിൽ. ശ്രീരാമനം നിറഞ്ഞുകൊണ്ടാലും നീ സർവകാരണം സർവവ്യാപിനം സർവാത്മാനം സർവജ്ഞം സർവേശ്വരം സർവസാക്ഷിണം നിത്യം സർവദാ സർവാകാരം സർവദേവതാമയം രാമദേവനം അറിഞ്ഞാലും എന്നുടെ തത്വമിനി ചൊല്ലിയിടാമുള്ള വണ്ണം നിന്നോട് ഞാൻ താൻ മൂലപ്രകൃതിയായതോ എന്നുടെ പതിയായ പരമാത്മാവിന്റെ സന്നിധി മാത്രം കൊണ്ട് ഞാനിവ സൃഷ്ടിക്കുന്നു സാന്നിധ്യം കൊണ്ട് എന്നാൽ കൃഷ്ണമാമവയെല്ലാം തൽസ്വരൂപത്തിങ്കലാക്കിയിടുന്നു പുനജനം തൽസ്വരൂപത്തിനോ ജനനാദികളെന്നോ തൽസ്വരൂപത്തെ അറിഞ്ഞവനെ അറിയാവോ ഭൂമിയിൽ ദിനകര വംശത്തിൽ രാമനായി സർവീശ്വരൻ താൻ അദ്വയൻ ആദ്യൻ അജൻ അജലിനാത്മാരാമൻ തത്വസ്മാ സത്യന്മയം സർവ കൊന്നുദേവിയും നരുജനും ബാലരപ്പടയുമായി സത്വരം അയോധ്യമൊക്കഭിഷേകവും ചെയ്തു സത്താമാത്രാത്മാ സകലേശൻ അഭിയന്മാതൻ മിത്രപുത്രാദികളാം മിത്രവർഗത്താനും ബ്രോ ചേട്ടാ തട്ടല്ലേ അതിൻ്റെ പേരെന്തുവാ? എനിക്കറിയില്ല.
ആരുമില്ലല്ലോ.